إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. മരണം, മരണാനന്തരമെന്ന നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ തുടർച്ചയായി മരണത്തിന് ചില വേദനകളുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് രണ്ടു നിലക്കുള്ള മരണങ്ങളെ കുറിച്ചാണ്. നല്ല ആത്മാക്കളുടെ മരണത്തെക്കുറിച്ചും മോശമായ ചീത്തയായ ആത്മാക്കളെ അവരുടെ ഭൗതിക ശരീരത്തിൽ നിന്നും ഊരിയെടുക്കുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. മരണപ്പെടുന്ന ഏതൊരു വ്യക്തിയും, അത് നല്ലവരാകട്ടെ ചീത്ത മനുഷ്യരാകട്ടെ, എല്ലാവരും അനുഭവിക്കുന്ന ഒന്നാണ് മരണത്തിന്റെ വേദന എന്നത്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. 50-ാം അധ്യായം സൂറത്ത് ഖാഫിലെ 19-ാമത്തെ വചനം. മരണവെപ്രാളം അത് യാഥാർത്ഥ്യമാണ്. എന്തെങ്കിൽ നിന്നാണോ നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് അതത്രേ ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ആ മരണത്തിന്റെ വേദന അത് യാഥാർത്ഥ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മരണസമയത്തുള്ള വേദനകൾക്കും വെപ്രാളങ്ങൾക്കുമാണ് സക്റാത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. അതുപോലെ അമിതമായ സ്നേഹം, കോപം, മയക്കം, വേദന കൊണ്ടുണ്ടാകുന്ന അതിന്റെ കാഠിന്യത്താൽ ഉണ്ടാകുന്ന ബോധക്ഷയം തുടങ്ങിയവക്കും സക്റാത്ത് എന്ന പദം ഉപയോഗിച്ചു വരാറുണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ പറയുന്നത് അത് മരണത്തിന്റെ വേദനക്കാണ്. മരണത്തിന്റെ ഈ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ كانت تقول إن رسول الله صلى الله عليه وسلم كان بين يديه ركوة أو غلبة فيها ماء. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ഫയജഅല യുദ്ഖിലു യദൈഹി ഫീഹിൽ മാഇ ഫയംസഹു ബിഹിമാ വജ്ഹഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ നിമിഷം ആ മരണത്തിന്റെ വേളയിൽ അവിടുന്ന് പ്രവാചകന്റെ മുന്നിൽ ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൈമുക്കുകയും ഇടക്കിടക്ക് പ്രവാചകന്റെ മുഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപയോഗിച്ച് ആ വെള്ളം ഉപയോഗിച്ച് തടവുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അതോടൊപ്പം അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ഇന്ന ലിൽ മൗതി സകറാത്ത്, മരണത്തിന് അതിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല, മരണത്തിന്റെ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാകുന്ന ആ രോഗാവസ്ഥയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, മാ റഅയ്തുൽ വജ്ഹ അലാ അഹദിൻ അശദ്ദ മിൻഹു അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ വേദനയോളം മറ്റൊരാൾക്കും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. പ്രവാചകൻ മരണത്തിന്റെ ആ സമയത്ത് അനുഭവിച്ച ആ ഒരു പ്രയാസം, ആ ഒരു വേദന അതുപോലെ മറ്റൊരാളും അനുഭവിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അവിടുന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു സത്യവിശ്വാസികളായ ആളുകൾ അനുഭവിക്കുന്ന വേദന, ആ വേദനയേക്കാൾ 10 മടങ്ങ് വേദനയായിരിക്കും സത്യനിഷേധിയായ നീചനായ ആളുകൾ അനുഭവിക്കുന്ന മരണത്തിന്റെ വേദന എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ സത്യവിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ ഏതൊരു ആളുകൾക്കും മരണം സംഭവിക്കുന്ന സമയത്ത് വേദനയുണ്ടാകും. എന്നാൽ സത്യവിശ്വാസികളെക്കാളും കഠിനമായ പ്രയാസമായിരിക്കും അവിശ്വാസികൾക്കുണ്ടാവുക എന്നതാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിൽ നിന്ന് മുള്ള് കൊളുത്തി അതിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ അത്രയും വലിയ പ്രയാസത്തിലായിരിക്കും സത്യനിഷേധികളുടെ
ആത്മാക്കളെ അവരുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ മരണ സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. അവരനുഭവിക്കുന്ന ആ വേദന എന്നത് ശിക്ഷയുടെ മലക്കുകൾ സത്യനിഷേധികൾ അനുഭവിക്കുന്ന നാളെ പാരത്രിക ലോകത്ത് ഖിയാമത്ത് നാളിന് ശേഷം നാളെ നരകത്തിൽ അവർ അനുഭവിക്കേണ്ടുന്ന ശിക്ഷകളെ കുറിച്ചെല്ലാം ആ മലക്കുകൾ അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവരനുഭവിക്കുന്ന ആ വേദനകളാണ് അവർക്കുണ്ടാകുന്നത് എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കുമ്പോൾ ആ സത്യനിഷേധികൾ അത്തരം വേദനകൾ അവർക്ക് കഠിനമായി തോന്നുമെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ സന്ദർഭത്തിൽ ആത്മാവ് ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ആത്മാവ് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വിസമ്മതം കാണിക്കും. അവരുടെ ആത്മാവ് പുറത്തേക്ക് വരുന്നത് വരെ മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പ്രയാസം അവർക്കുണ്ടാകും. അവരുടെ നേരെ ആ മലക്കുകളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം, ആ പ്രയോഗത്തെ വിശദീകരിച്ചതായി കാണാം. ആ പരാമർശം മലക്കുകൾ അവരുടെ ആ പ്രഹരത്തെ സംബന്ധിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ്. ആ ആത്മാക്കൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വരാൻ വിസമ്മതം കാണിക്കുമ്പോൾ കഠിനമായ പ്രഹരം അവർക്ക് ഏൽക്കേണ്ടി വരുമെന്നാണ്. മാത്രമല്ല, മരണസന്ദർഭത്തിൽ അനുഭവിക്കുന്ന വേദനകളെ സംബന്ധിച്ച് ചില മഹാത്മാരായ ആളുകൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മരണ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ പിതാവേ, ഒരു വ്യക്തി മരണസന്ദർഭത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു തരാൻ പറ്റിയ ബുദ്ധിമാനായ ഒരാളെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്ന് താങ്കൾ പറയാറുണ്ടല്ലോ. എങ്കിൽ താങ്കൾ തന്നെയാണ് അതിന് പറ്റിയ വ്യക്തി. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ ആ മകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ആ സമയം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ മരണം, ആ വേദന അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, അല്ലാഹുവാണ് സത്യം, റബ്ബ് തന്നെയാണ് സത്യം. എന്റെ പാർശ്വഭാഗം ഒരു മെറ്റയിൽ ഉള്ളതുപോലെയാണ്. സൂചിദ്വാരത്തിലൂടെ വിഷം ശ്വസിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എന്റെ കാൽപാദം മുതൽ എന്റെ തലയോട്ടി വരെ അതുവരെയുള്ള മുഴുവൻ ഭാഗങ്ങളും കൊളുത്തുള്ള മുള്ളുള്ള കമ്പ് വലിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് മകന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഏതൊരാളും അനുഭവിക്കേണ്ടുന്ന പ്രയാസമാണത്. മരണത്തിന്റെ ആ സന്ദർഭത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസമാണത്. അതുപോലെയുള്ള വേദന ജീവിതത്തിൽ ഒരാളും അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. മരണസന്ദർഭത്തിലുള്ള വേദനയാണ് ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ വേദന. അതൊരു പക്ഷേ നമ്മുടെ അടുത്ത് കിടന്ന് മരിക്കുന്ന ആൾ അനുഭവിക്കുന്നുണ്ടാകും. പക്ഷെ പുറത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന ആ വേദന, ആ പ്രയാസം കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ യുദ്ധവേളകളിൽ ഷഹീദാകുന്ന ആളുകൾക്കുള്ള വേദനയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലെ മാത്രമേ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്നാണ്. ഹദീസുകളിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തജിദു അശ്ശഹീദു മിൻ അലമിൽ ഖത്ലി ഇല്ലാ കമാ തജിദു അഹദുകും മിൻ അലമിൽ ഖുർസത്തി. യുദ്ധവേളയിൽ മരിക്കുന്ന ആളുകൾ അവർ ഉറുമ്പ് കടിച്ചാൽ ഉണ്ടാകുന്ന വേദന പോലെയല്ലാതെ രക്തസാക്ഷി മരണത്തിന്റെ വേദന അനുഭവിക്കപ്പെടുകയില്ല. അവൻ വെട്ടിവെച്ചിട്ടുണ്ടാകും,
അവന്റെ കൈ ഛേദിച്ചിട്ടുണ്ടാവും, കാലിന് വെട്ടുവെച്ചിട്ടുണ്ടാവും, പക്ഷേ അവൻ അനുഭവിക്കുന്ന വേദന ഒരു ഉറുമ്പ് കടിക്കുന്ന അത്ര ആ ചെറിയ വേദന മാത്രമേ അവൻ അനുഭവിക്കുകയുള്ളൂ എന്ന ഷഹീദല്ലാത്ത മറ്റെല്ലാ ആളുകളെയും വേദന അത് കഠിനമായ വേദനയായിരിക്കും. സത്യവിശ്വാസികളെക്കാൾ അപേക്ഷിച്ച് സത്യനിഷേധിയുടെ വേദന അത് കഠിനമായ വേദനയായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മളും ആ വേദന അനുഭവിക്കേണ്ടവരാണ്. ആ വേദന നമ്മൾ അനുഭവിക്കുമ്പോൾ സത്യനിഷേധികൾ മരിക്കുന്ന പോലെയുള്ള ആ വേദന നമുക്കുണ്ടാകാൻ പാടില്ല. സത്യവിശ്വാസിയുടെ വേദനയെ പോലെ ആയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ജീവിതത്തെ കൃത്യമായി ഇസ്ലാമികമായി അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ മരണം നമുക്ക് നല്ല റാഹത്തായ മരണമായി നമുക്ക് അനുഭവപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നല്ല മരണത്തിൽ, നല്ല റാഹത്തായ മരണം മരിക്കുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് മരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ, ജീവിതത്തിൽ പലതരം ആഗ്രഹങ്ങളുമായി നടക്കുന്നവനാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. എന്നാൽ മരണസന്ദർഭത്തിൽ അവന്, ഓരോ ആത്മാവിനും ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് അവന്റെ ആയുസ് വീണ്ടും നീട്ടിക്കിട്ടുകയും ദുനിയാവിലേക്ക് മടക്കുകയും ചെയ്യുക എന്നതാണ്. സത്യനിഷേധിയാണ് എങ്കിൽ ഇസ്ലാം സ്വീകരിക്കുവാനും, തിന്മ ചെയ്തിരുന്ന മുസ്ലിമാണ് എങ്കിൽ അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുവാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യരും ആ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുമ്പോ അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ. എന്നാൽ ഒരാൾക്കും തന്നെ മരണം അവരുടെ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 99-100 വചനമാണ്. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ അവർ പറയും, എന്റെ രക്ഷിതാവേ, എന്നെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചയക്കണമേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ അതിലെല്ലാം നല്ലത് ഞാൻ പ്രവർത്തിക്കാം. എന്തെങ്കിലും പോരായ്മ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നല്ലതാക്കാം. എന്റെ നമസ്കാരങ്ങളിൽ, എന്റെ നോമ്പിൽ, എന്റെ സക്കാത്തിൽ, ദാനധർമ്മത്തിൽ, ഇങ്ങനെയുള്ള എന്റെ പുണ്യമായ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ക്ലിയറാക്കി കൃത്യമാക്കാം എന്ന് റബ്ബിനോട് ആ സമയം പറയുമെന്നാണ്. അപ്പൊ അല്ലാഹു പറയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇല്ല, അത് അവന്റെ ഒരു വെറും വർത്തമാനമാണ്, വെറുതെയുള്ള വാക്ക് മാത്രമാണ്. അല്ലാഹു ഒരിക്കലും അവന്റെ അവധി വന്നു കഴിഞ്ഞാൽ അവർക്കൊരാൾക്കും നീട്ടിക്കൊടുക്കുകയില്ല എന്നാണ്. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, ആ നാള് വരെ അവർക്കിടയിൽ അല്ലാഹു ഒരു ബർസഖ്, ഒരു മറയുണ്ടാക്കി കൊടുക്കും. ആ ബർസഖിലായിരിക്കും അവരുണ്ടായിരിക്കുക. അവിടെ അവർ ചെയ്തു പോയ നന്മ തിന്മകൾക്ക് അനുസൃതമായി അവരോട് നാളെ ആ ഖബറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ സ്വർഗീയമായ ആ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവരെ ഖബറിലേക്ക് തുറന്നിടും.
തിന്മ ചെയ്തവരാണ് എങ്കിൽ നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവന്റെ ഖബറിലേക്ക് തുറന്നിടുമെന്നെല്ലാം നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. മരണം തൊണ്ടക്കുയിലെത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ദുനിയാവിലേക്കൊന്ന് ഒരു നിമിഷം, കുറച്ചു നേരത്തേക്കൊന്ന്, അല്പനേരത്തേക്കൊന്ന് എനിക്കൊന്ന് നീട്ടിത്തന്നിരുന്നെങ്കിൽ ഞാൻ നല്ലവനായേക്കാം എന്നതാണ്. അല്ലാഹു ഒരാൾക്കും അത് നീട്ടിത്തരുകയില്ല. മാത്രമല്ല, മരണമാസന്നമായി കഴിഞ്ഞാൽ പിന്നീടുള്ള വിശ്വാസം അത് ഫലം ചെയ്യുകയില്ല. മരണം തൊണ്ടക്കുയിലെത്തുമ്പോ അതുവരെ അവിശ്വാസിയായി അല്ലാഹുവിനെ ധിക്കരിച്ച് അല്ലാഹുവിനെ നിഷേധിച്ച് മനുഷ്യൻ മരണം തൊണ്ടക്കുയിലെത്തുമ്പോ ബോധ്യപ്പെടുകയാണ് പരലോകമുണ്ട് എന്ന ബോധം വരുമ്പോ അവൻ ആ സമയത്ത് വിശ്വാസം, അല്ലാഹുവിൽ വിശ്വസിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതുപോലും അവന് ഫലം ചെയ്യുകയില്ല എന്നാണ്. അതാണല്ലോ ഫിർഔന്റെ മരണത്തെ വിശദീകരിക്കുന്ന സ്ഥലത്ത് കാണാം. ഫറോവ കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് ബോധ്യപ്പെട്ടു അല്ലാഹു ഉണ്ട്, മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭം അത് അദ്ദേഹത്തിന് ഫലം ചെയ്തില്ല. കാരണം അതുവരെ നിഷേധിച്ച് നടന്ന വ്യക്തി മരണത്തിന് സമയം ബോധ്യപ്പെടുമ്പോ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ആത്മാവ് തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അതുവരെ തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അതൊന്നും ചെയ്യാതെ മരണം തൊണ്ടക്കുയിലെത്തുമ്പോ തൗബ ചെയ്യാം, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമ തൗബതു അലല്ലാഹി അല്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബു. പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുള്ളത് ആരുടേതാണ്? അറിവുകേട് നിമിത്തം, അറിവില്ലായ്മ കാരണം തിന്മ ചെയ്യുകയും എന്നിട്ട് ആ തിന്മയിൽ നിന്ന് പശ്ചാത്താപം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകുക. അതല്ലാതെ അല്ലാത്ത ആളുകളെ പാപമോചനം അല്ലാഹു ഏറ്റെടുക്കുകയില്ല, അവർക്ക് അല്ലാഹു പാപമോചനം നൽകുകയില്ല എന്നാണ്. തിന്മ ചെയ്യുകയും, തിന്മ എല്ലാവരുടെയും ജീവിതത്തിൽ വരും, സ്വാഭാവികമാണ്, അറിവില്ലായ്മ കൊണ്ട് വരും. എങ്കിൽ ആ തിന്മ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് അത് പൊറുക്കലിനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പൊറുത്തു തരും. എന്നാൽ മരണത്തിന്റെ വേളയിൽ ആ സമയം ബോധ്യപ്പെടുകയും അപ്പോൾ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അതൊരിക്കലും പുറത്തു തരുകയില്ല എന്നാണ്. മാത്രമല്ല, ആത്മാവ് തൊണ്ടക്കുയിലെത്തുന്നത് വരെ മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. ആത്മാവ് തൊണ്ടക്കുയിലെത്തുന്നത് വരെ എത്തിക്കഴിഞ്ഞാൽ സ്വീകരിക്കൂല. അല്ലാഹു റസൂൽ പറയാണ്, ഇന്നല്ലാഹ തഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗയ്യിർ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരു അടിമയുടെ ആത്മാവ് തൊണ്ടയിലേക്ക് എത്തുന്നത് വരെ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കുന്നതാണ്. മരണത്തിന് മുമ്പ് തൗബ ചെയ്യുന്നവരെല്ലാം ആ പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. അറിവുകേട് കാരണം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അതുള്ളത്. അല്ലാതെ പരിധി വിടുകയും ആത്മാവിനോട്, സ്വന്തം ആത്മാക്കളോട് തൗബ ചെയ്യാതെ പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും പാപത്തിൽ തന്നെ ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾ മരിക്കുന്ന വേളയിൽ അവർക്ക് തൗബ ചെയ്യാൻ കഴിയുകയില്ല എന്നാണ്, സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് മരണസമയം അടുക്കുന്നതിന് മുമ്പായി തന്നെ തൗബ ചെയ്യാൻ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. തൗബ ചെയ്യാൻ ജീവിതത്തിൽ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഞാൻ ഒരു ദിവസം 100-ൽ പരം തൗബ ചെയ്യാറുണ്ട് എന്നാണ്. 100-ൽ പരം ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ രാവിലെ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനയിൽ 100ഓളം തവണ ചെല്ലേണ്ട കാര്യമാണ് അസ്തഗ്ഫിറുല്ലാഹ്. വൈകുന്നേരം 100ഓളം തവണ ചെല്ലാൻ പറഞ്ഞതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നത്. നമ്മൾ ഇത് ചെല്ലാറുണ്ടോ?
എത്ര പാപങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് വരെ മുതൽ നമ്മുടെ ഉറങ്ങാൻ നമ്മുടെ പായയിലേക്ക് കിടക്കയിലേക്ക് ചെല്ലുന്നത് വരെ നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ നന്മകളേക്കാൾ തിന്മകളായിരിക്കും കൂടുതൽ. അതുകൊണ്ട് ചെയ്തു പോകുന്ന തിന്മകളുടെ നാളെ പാരത്രിക ലോകത്തെ പരിണിതമായ ഫലത്തെ ആലോചിച്ച് അതിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഒരു പണിയില്ലാത്ത കാര്യമാണ്. നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ എത്ര തിരക്കുള്ള പണിയിലാണെങ്കിലും നാവ് ഇങ്ങനെ ചലിപ്പിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഇങ്ങനെ പറയാൻ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ തൗബയുടെ നേതാവ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനകൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇതെല്ലാം നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരത്തിനിടയ്ക്ക് അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം സ്വർഗത്തിലാണ് എന്നാണ്. ഒരാൾ വൈകുന്നേരം ചൊല്ലി രാവിലെ ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തൗബ ജീവിതത്തിൽ, ഇസ്തിഗ്ഫാറുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, എത്ര മരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ വെച്ച് മരണപ്പെട്ട എത്രയോ ആളുകൾ, പിഞ്ചും പൈതങ്ങളടക്കം, നമ്മളൊക്കെ പ്രായമുള്ള അല്ല നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ അപകട മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഞാനൊന്നും മരിക്കാൻ ആയിട്ടില്ല, സമയമായിട്ടില്ല എന്നാണ്. ആ ഒരു മൗഢ്യമായ ധാരണ പിശാച് നമുക്കിങ്ങനെ ഇട്ടുതരികയാണ്. മരണം നമ്മുടെ അടുത്തുണ്ട് എന്ന ബോധം നമുക്കുണ്ടായാൽ, ഞാൻ ഏത് നിമിഷവും മരണത്തിന് വിധേയമാകുമെന്ന ബോധം നമുക്കുണ്ട് എങ്കിൽ നമുക്കൊരു തിന്മ ചെയ്യാൻ സാധ്യമല്ല. അടുത്ത നിമിഷം ഞാൻ മരിക്കുമെന്ന ബോധ്യമുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെ നമുക്ക് തിന്മ ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നന്മകൾ ധാരാളമായി അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കും. ജമാഅത്തുകൾ മുടങ്ങാതെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മരണചിന്തയോട് കൂടെ ആയിരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ടത്. ഏത് സമയത്തും മരണം പിടികൂടുമെന്ന ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ധാരാളമായി മരണത്തെ നമ്മൾ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അപകടങ്ങൾ കൊണ്ടും വലിയ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾ, അല്ലാഹു അവർക്കെല്ലാം അവരുടെ പാരത്രിക ജീവിതം ഹൈറാക്കി കൊടുക്കട്ടെ, റാഹത്താക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമിക്കുവാനുള്ള മാനസികമായ ശക്തി അല്ലാഹു അവർക്കെല്ലാം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ റഹ്മാനായ റഹീമായ ഗഫൂറായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങള് സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളെ അവർക്ക് നീ ശിഫ നൽകണ റഹ്മാനെ. വേദനകളെ നീ മാറ്റിക്കൊടുക്കണ റഹ്മാനെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ പുറത്തു കൊടുക്കുകയും പകരമായി സ്വർഗം നൽകുകയും ചെയ്യുന്ന റഹ്മാനെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അവരുടെ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആ ബാധ്യതകളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൊടുത്തു വിട്ടുവാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ജീവിതത്തിൽ ഏത് തരം പ്രയാസങ്ങളോട് കടന്നുപോയാലും നിന്നെ നിഷേധിക്കുന്ന ഹറാമിന്റെ മാർഗത്തിലൂടെ കടന്നു പോകുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ربنا آتنا في الدنيا حسنة وفي الآخرة